കഴിഞ്ഞ 10 വർഷക്കാലം അത്തരത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ചട്ടവിരുദ്ധമായി പെരുമാറിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുമായിരുന്നു. പ്രതിപക്ഷം ചട്ടവിരുദ്ധമായതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെ പുറത്താക്കിയത്. അത് കോടതിക്ക് നടപടികൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നത്. ഇതൊന്നും അടിയന്തരാവസ്ഥയുടെ പട്ടികയിൽപ്പെടുത്താൻ കഴിയില്ല എന്ന വ്യാഖ്യാനമാണ് JR പത്മകുമാർ നൽകുന്നത്. താങ്കളുടെ മറുപടി വേണം. ആ മറുപടിക്ക് മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേളയും ഷോർട്ട് ബ്രേക്ക്. ക്ഷമിക്കണം, ആ ഇടവേള ഞാൻ ഒഴിവാക്കി. ഞാൻ റഹീമിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നേരെ റഹീമിലേക്ക്. രാജ്യത്ത് നരേന്ദ്രമോദിയുടെ 2014 മുതലുള്ള കാലഘട്ടത്തെ മോദി ഇറയെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാവില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു, അരുണിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ അടിയന്തരാവസ്ഥ കാലത്ത് പോയി നിന്ന് ക്യൂ നിന്ന് രാത്രി 12 മണിക്ക് ഒപ്പിട്ട് വാങ്ങിയതിനു ശേഷം സെൻസർഷിപ്പിന് വിധേയമായി മാത്രമേ പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ എന്ന്. ശ്രീ JR പത്മകുമാർ, പാർലമെന്റിനകത്ത് MP-മാർക്ക് പ്രസംഗങ്ങളിൽ ഇന്ന വേർഡുകൾ ഉപയോഗിക്കാൻ പാടില്ല, വാക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി പാർലമെന്റിന്റെ ഉള്ളിൽ പോലും. നമ്മൾ കണ്ടതല്ലേ പത്രക്കാരുടെ കാര്യമാണ്. പിന്നെ പത്രക്കാർ നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്ത കാര്യം എന്താണ്? മാധ്യമപ്രവർത്തനത്തെ ഒന്നാകെ നിങ്ങൾ തടവിലാക്കി. ഇപ്പോൾ ധൂറാത്തിയെ പോലെയില്ല, രവീഷ് കുമാറിനെ പോലെയില്ല, P സായിനാഥിനെ പോലെയില്ല പുതിയ വളരെ അപൂർവം ചില വ്യക്തിത്വങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പ്രബീർ പുർക്കായസ്തയെ നിങ്ങൾ ജയിലിട്ടു, എന്നിട്ട് പറയാണ് ഇപ്പോൾ കോടതിക്ക് വിധേയമാണല്ലോ, നിങ്ങൾക്ക് കോടതിയിൽ പോകാമല്ലോ എന്നാണ്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്തെ ഒരാൾക്കും ന്യായീകരിക്കാനാകില്ല. അതൊരു ഇരുണ്ട കാലം തന്നെയാണ്. ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാതിരുന്ന ഒരു തെറ്റിന്റെ പേരാണ് അടിയന്തരാവസ്ഥ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമാനതകളും ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്? എന്താ നിങ്ങളിപ്പോ പറയുന്ന പ്രശ്നം? നിങ്ങൾ എത്ര പേരെയാണ് പിടിച്ച് ജയിലിലിട്ടത്? നിങ്ങൾ ഇപ്പോൾ സഞ്ജീവ് ഭട്ട് നിങ്ങളെ പിടിച്ച് ജയിലിലിട്ടേക്കല്ലേ? ഞാൻ ഓരോരുത്തരുടെ പ്രബീർ പുർക്കായസ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ ഷിബു സോറനും നമ്മുടെ ഹേമന്ത് സോറനും ജയിലിനകത്താണ്. ഞാൻ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്നിട്ട് കോടതി പോയിക്കൊള്ളാനാണ് പറയണത്. നിങ്ങൾ ഏതൊക്കെ വകുപ്പുകളാണ് ചേർക്കുന്ന UAPA? കോടതിക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല. നിങ്ങൾ പിന്നെ ചുമത്തുന്ന ED ആണ് ഉപയോഗിക്കുന്ന ഒരു ടൂള്. ED കേസുകളിൽ ഒരു പ്രതിയെ സംബന്ധിച്ച് അകത്ത് കിടക്കലാണ് വിധി. ഏതാണ്ട് UAPA പോലെ വേറൊരു എക്സ്റ്റെന്റ് ആണത്. അപ്പോൾ നിങ്ങൾ കരുതിയപ്പോൾ ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണെന്ന വ്യാജേനെ കോടതികളിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. കോടതി പോയാൽ ഊരി വരാൻ പറ്റാത്ത വിധമുള്ള നിയമമാണെന്ന് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മനുഷ്യരെ എല്ലാം പിടിച്ച് അവിടെ ഇടുകയാണെന്നേ. എന്നിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ശ്രീ അരുണിനോട് പറയാം, എന്തിനാണ് കൂടുതൽ ശത്രുതാപരമായി അഗ്രസീവായി അരവിന്ദ് കെജ്രിവാളിനോട് വീണ്ടും പെരുമാറുന്നത്? അതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് കൊടുക്കുന്നതിൽ ഒരാൾ YSRCPയുടെ ജഗ്മോഹൻ റെഡ്ഡിക്കാണ്. ആ മെസ്സേജ് ചന്ദ്രബാബു നായിഡുവിനുള്ളതാണ്. ആ മെസ്സേജ് നിതീഷ് കുമാറിനുള്ളതാണ്. ആ മെസ്സേജ് ഉദ്ധവ് താക്കറെ നമ്മുടെ ഏകനാഥ് ഷിൻഡെക്കുള്ളതാണ്. അത് പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ളവർക്കാണ്. എന്താ മെസ്സേജ്? അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ടും ഞങ്ങൾ വീണ്ടും പിടിച്ച് പൂട്ടിയകത്തിടും, നിങ്ങളൊക്കെ മര്യാദക്കുന്നില്ലെങ്കിൽ CBIയും EDയും ഇനിയും നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന മെസ്സേജാണ്. ആ മെസ്സേജ് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണ്. ആ മെസ്സേജ് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് വീണ്ടും പറയുന്നത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളാണെന്ന്. പാർലമെന്റിനകത്ത് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. പാർലമെന്റിനകത്ത് എന്തിനൊക്കെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്? സസ്പെൻഷൻ പോലും കീഴ്വഴക്കങ്ങളുടെ ലംഘനമായിരുന്നു. എങ്ങനെയാണ്? പാർലമെന്ററി ചരിത്രത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇരുസഭകളിൽ നിന്നും. പക്ഷെ 1 ദിവസം, 2 ദിവസം, 3 ദിവസം അങ്ങേയറ്റം പോയാൽ ആ പാർലമെന്ററി സമ്മേളനത്തിന്റെ അവശേഷിക്കുന്ന ദിവസങ്ങൾ, അതിനപ്പുറത്തൊരു സസ്പെൻഷൻ ഇല്ല. ഇവരോ ഞാൻ ഉൾപ്പെടെയില്ല, ബ്രിട്ടാസ് ഉൾപ്പെടെയില്ല, ഞങ്ങൾ MP-മാരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അനിശ്ചിത കാലത്തേക്കാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇന്ത്യയുടെ രാജ്യസഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അരുൺ, എഴുന്നേറ്റ് നിന്നാൽ, സംസാരിച്ചാൽ, പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ചാൽ, പാർലമെന്റിനകത്ത് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചാൽ, പ്ലക്കാർഡിനകത്ത് പ്രധാനമന്ത്രി വരൂ, മണിപ്പൂരിൽ മേൽ സംസാരിക്കൂ, അല്ലെങ്കിൽ വിലക്കയറ്റത്തെ, ഇങ്ങനെയുള്ള ന്യായമായ കാര്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ ചീത്തയും തെറിയൊന്നുമല്ല. എന്നിട്ടാണ് പുറത്താക്കുന്നത്. കേരളത്തിൽ കറുത്ത കൊടി ഉയർത്തിപ്പിടിച്ചപ്പോൾ കുറച്ച് വിദ്യാർത്ഥികളെയും കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അല്ല, അത് ഞാൻ പറയാൻ വന്നതാ. ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ഇവിടുത്തെ എത്ര പത്രപ്രവർത്തകര് എല്ലാവർക്കും. ഒരു മിനിറ്റ് അല്ല, നന്ദകുമാർ, അഖില നന്ദകുമാറും ഷാജനൊക്കെ കേരളത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഷാജനെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. അതിന് കാരണങ്ങളും ഉണ്ട്. അത് മാധ്യമ പ്രവർത്തനമാണെന്ന് നമ്മൾ കരുതിയിട്ടില്ല. കേരളത്തിലൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ട്. ഊഴമാണിത്.
റഹീം പറഞ്ഞോളൂ. സൗഹൃദത്തോടെ ഇടപെട്ടതാണ്. സൗഹൃദത്തോടെ ഒന്ന് നിർത്തി തരൂ, ഞാൻ പറയട്ടെ. അത് എത്ര ബാലിശമായ നിങ്ങൾ താരതമ്യമാണ് നടത്തിയത്. കേരള, ഞാൻ സഭാ പ്രൊസീഡിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ തെരുവിൽ ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ പലരും ഡൽഹിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലടച്ചിട്ടുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച. അത് പറയുമ്പോൾ ഇവിടെയും ഇതുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പറയാം. രാജ്യസഭയ്ക്കകത്തും ലോക്സഭയ്ക്കകത്തും ഇവിടെ കേരള നിയമസഭയ്ക്കകത്ത് പ്ലക്കാർഡോ ബാനറോ എന്തെങ്കിലും ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലോ മുദ്രാവാക്യം മുഴക്കിയതിന്റെ പേരിലോ ദിനം പ്രതി ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സസ്പെൻഡ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ സഭയിലെ സ്പീക്കറുടെ കസേരയെടുത്ത് താഴെ ഇട്ടതിന് മാത്രം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ കേസ് പോലും എഴുതി തള്ളി. അത്ര വിശാല മനസ്കരാണ് കേട്ടോ നമ്മുടെ സംസ്ഥാന സർക്കാർ. അല്ല, ഇത് അരുണ് വളരെ തന്ത്രപൂർവ്വം ഇതിനകത്ത് ഇടപെടുകയും അല്ല അരുൺ ദയവായി എന്റെ അവസരമാണല്ലോ, പറഞ്ഞോളൂ. അരുണെ, നിങ്ങൾ തന്ത്രപൂർവ്വമായി ഇടപെടുന്നത് എന്താണ് നിങ്ങൾ അതിലൂടെ പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്നത്? അധികാരം കിട്ടുമ്പോൾ നിയമസഭയിലും പാർലമെന്റിലും എല്ലാവരുടെയും ശരീരഭാഷയും അവരുടെ രാഷ്ട്രീയ ഭാഷയൊക്കെ ഒന്നാവുന്നുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. താങ്കൾക്ക് മറുപടി പറയട്ടെ. ഞാൻ ചോദിച്ചു എന്ന് മാത്രം. അല്ല, ഒരു കാര്യം അങ്ങ് അവസാന ഘട്ടത്തിൽ ഇങ്ങനെ നിരന്തരമായി ഇടപെടുമ്പോൾ അതിന്റെ സമയത്തെ വല്ലാതെ ഗെയിൻ ചെയ്യാണ് അങ്ങ്. അപ്പൊ അത് നീതീകരണമല്ല. ഇത് അവസാന മിനിറ്റുകളാണ്, ചർച്ച എക്സ്റ്റെൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണ് സമീകരിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് അങ്ങയുടെ ഉള്ളിലിരിപ്പ് എന്താണ്? അങ്ങയുടെ അഭിപ്രായം അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾക്ക് സമാനമാണ് കേരള നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്നതെന്നാണോ? എങ്കിൽ വസ്തുതാപരമായി പറയൂ. അങ്ങനെ ഒരു ആരോപണം അങ്ങേക്കുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറയാം, വിശദീകരിക്കാം. ഇല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ പിറകെ ഞാൻ അതൊന്ന് വ്യക്തമാക്കാം. താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം താങ്കൾക്ക് സമയം ഞാൻ അനുവദിക്കാം. ഞാൻ ആ സമയം നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന സമയം തീർച്ചയായും താങ്കൾക്ക് അനുവദിക്കും. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആരോപണം ഉന്നയിക്കുക എന്റെയോ ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെയോ ജോലിയല്ല. പക്ഷേ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രം. എന്റെ സ്വാഭാവികമായ ഒരു സംശയം ഞാൻ അങ്ങയോട് ചോദിച്ചത്, മുണ്ടുടുത്ത മോദി എന്ന നിലയിലാണ് ഈ പിണറായി വിജയനെ പ്രതിപക്ഷം വിമർശിക്കുന്നത്. അതൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രം. താങ്കൾക്ക് മറുപടി പറയാം, അത് നിഷേധിക്കാം വസ്തുതാപരമായി. പക്ഷേ അത് ചോദിക്കുന്നത് എൻ്റെ ആരോപണമായി കരുതരുത്, അത്രേ ഉള്ളൂ. താങ്കൾക്ക് മറുപടി പറയാം. ഞാൻ 40 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. ആ സെക്കൻഡും താങ്കൾക്കുള്ളതാണ്. ഓക്കെ. അല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ സ്വാഗതം ചെയ്യാണ്. അങ്ങയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അങ്ങയുടെ ഉള്ളിലിരിപ്പല്ല, ഇത് പുറത്ത് കേൾക്കുന്ന ഒരു കാര്യത്തെ ആംപ്ലിഫൈ ആണ് അങ്ങ് ചെയ്തത്. ശരി, ആ പുറത്ത് കേൾക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന്റെ ബാലിശമായ രാഷ്ട്രീയ ആരോപണം മാത്രവുമല്ല ആ ആരോപണം ആത്യന്തികമായി BJPയെ സഹായിക്കുന്നതുമാണ്. മോദി വലിയ അപകടകാരിയൊന്നുമല്ല, പിണറായി പോലൊരാളാണ് എന്നാണല്ലോ പറയുന്നത്. അത് ആത്യന്തികമായി രാഷ്ട്രീയമായി സഹായിക്കുന്ന ആരെയാണ്? കേരളത്തിലെ സെക്കുലർ വോട്ടുകൾ, കേരളത്തിലെ മതന്യൂനപക്ഷ വോട്ടുകൾ, അവർക്കിടയിൽ മോദി പോലെ തന്നെയാണ് പിണറായി. ഇത് ആത്യന്തികമായി ആരെയാണ് സഹായിക്കുന്നത്? പിണറായിക്കെറിയുന്ന ഈ കല്ല് ബോണസായി കിട്ടുന്നത്, പോസിറ്റീവായി കിട്ടുന്നത് നരേന്ദ്രമോദിക്കാണ്, മോദിയുടെ പൊളിറ്റിക്സിനാണ്, മോദിയുടെ BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ്. അപ്പോൾ അത് അങ്ങനെ പറയുന്നത് അവർ ഭാവിയിൽ അവർ തിരുത്തിക്കൊള്ളും, അല്ലെങ്കിൽ തിരുത്തേണ്ടതാണ് എന്നേ പറയാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നു. ഇപ്പോൾ ഞാൻ അങ്ങയോടൊരു ഉദാഹരണം പറയാം. ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞല്ലോ, താങ്കൾ ഈ പറഞ്ഞ സോക്കോൾഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആരോപണം ഉന്നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിൽ പ്രതിഷേധിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രതിഷേധിച്ച സംഘടന DYFI ആണ്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയപ്പോൾ ഡൽഹിയിൽ ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിൽ പോയ ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ. അന്ന് അറസ്റ്റ് ഭയന്ന് നിരവധി കോൺഗ്രസിന്റെ MPമാർ മുങ്ങിയെന്ന് പിറ്റേ ദിവസം മലയാള മനോരമ വാർത്ത എഴുതിയതാണ്. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾക്കും ജനാധിപത്യ കീഴ്വഴക്കങ്ങൾക്കും എതിരായി, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായി ഇവിടെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി. ആ സംഭവത്തോട് ഞങ്ങൾ പ്രതികരിച്ചത് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടല്ല. അതാണ് കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും ലെഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം. കാത്തു നിൽക്കാതെ യൂത്ത് കോൺഗ്രസിനേക്കാൾ മുമ്പ് തെരുവിലേക്ക് ഇറങ്ങിയത് DYFI ആണ്. ആ സ്പിരിറ്റ് ഭരണഘടനാ മൂല്യങ്ങൾ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ശ്രീനിവാസൻ കൃഷ്ണൻ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി എന്ന് പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അംഗീകരിക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന് എവിടെയാണ് പിശകെന്ന് ചോദിച്ചാൽ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി അവർക്കില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇല്ല. അത് തന്നെയാണ് അതേ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി കേരളത്തിലെ കോൺഗ്രസിനും ഇല്ലാതെ പല ഘട്ടങ്ങളിലും പോകുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. ശ്രീനിവാസൻ കൃഷ്ണൻ
with Arun Kumar.